ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം. ഇന്ന് നമുക്ക് മസാല ചോറ് തയ്യാറാക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം നെയ്യ്, 1 ടീസ്പൂണോളം കടുക്, 1/2 ടീസ്പൂണോളം ജീരകം, 1/4 ടീസ്പൂൺ പെരുംജീരകം, അല്പം കായപ്പൊടി, ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പച്ചമുളക്, ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്തോട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം. ഉള്ളി വാട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതിനകത്ത് തക്കാളി ചേർത്ത് വാട്ടിയെടുക്കാവുന്നതാണ്. ശേഷം അതിനകത്തേക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസ്, ബീൻസ്, ക്യാപ്സിക്കം എന്നിവ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പൂരി അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇളക്കി സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ മസാലച്ചോറ് തയ്യാറായി കഴിഞ്ഞു.